ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ ഇന്ന് മടി പിടിച്ചിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് എന്തുണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിലൊരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ ചമ്മന്തി പൊടിക്കാം. പിന്നെ കൂടാതെ നമുക്ക് പപ്പടം പൊരിച്ച് പരിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളി മുളകിട്ടിട്ട് അതുകൂടി ആക്കിയിട്ട് ഇന്നത്തെ ഉച്ചയൂണ് അങ്ങനെ അങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എത്ര ചോറിനാലും മതിയാവില്ല കേട്ടോ. പരിപ്പ് കറിയും പപ്പടമൊക്കെ കുടിച്ചിട്ട് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടെ ആയാൽ പൊളിക്കും, സൂപ്പറായിരിക്കും. അപ്പോൾ ദേ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് പപ്പടം പൊരിച്ചു, അത് കഴിഞ്ഞതേ ഞാൻ പരിപ്പ് കറി കൂടെ വെക്കുന്നുണ്ട്. പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഉള്ളി മുളകും മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരിച്ചിരി എടുത്ത് വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൂട്ടി ഫുഡ് കഴിക്കാനായിട്ട്, ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. ചമ്മന്തി ഈ ഉള്ളി മുളകും പിന്നെ പപ്പടം മാത്രം മതി, പരിപ്പ് കറി വേണ്ട നമുക്ക്. എന്നാലും ഒരു ആർഭാടത്തിന് ഇച്ചിരി പരിപ്പ് കറി കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ ഉച്ചക്കലത്തെ വിഭവങ്ങൾ. ഇതേ പരിപ്പും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.